ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് 7ാം മാസം ആയപ്പോൾ തൊട്ട് എന്നോടത്ത് എല്ലാവരും പറയുന്നതാണ് ഇനി വീട്ടിൽ നിൽക്കുമ്പോൾ സെറ്റ് മുണ്ട് എടുക്കുന്നത്. സംഭവം സെറ്റ് മുണ്ട് എടുത്ത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഇട്ടിട്ട് നിൽക്കാൻ അധികം കംഫർട്ട് തോന്നാത്ത കാരണം ഞാൻ പിന്നെ സെറ്റ് മുണ്ടൊന്നും എടുത്തിട്ട് വീട്ടിൽ നിൽക്കാൻ നിന്നിട്ടില്ല. സെറ്റ് മുണ്ടിന്റെ വാലും തുമ്പ് എത്താത്ത കാരണം ഞാൻ സെറ്റ് സാരി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് ചേച്ചിയുടെ വീട്ടിൽ കേട്ടോ. അങ്ങനെ കറവത്തൂര് വെച്ചിട്ട് നമ്മുടെ വിനീഷാടിയും തേജപ്പനും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേജപ്പൻ നേരെ നമ്മുടെ കാർ കയറിയിട്ടാ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെ മുറ്റമണി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതേ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. തേജപ്പൻ കാറിലിരുന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവന് കുറേ സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മേമയ്ക്കും പാപ്പയ്ക്കും ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് എനിക്കാണ് അവൻ്റെ ഡ്രസ്സുകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവന് വാങ്ങിച്ചിരുന്ന ബാറ്റ്മാൻ്റെ എന്തോ സംഭവം എടുത്തിട്ട് ആദർശമായിട്ട് ഇതേ കണ്ണിലൊക്കെ വെച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാപ്പനോട് അവിടെ വന്നിരിക്കുക അവൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് എല്ലാതും ഇതേ ആദർശാൻ്റെ അടുത്ത് നിവർത്തി കാണിച്ചു കൊടുക്കുക കേട്ടോ. ഗംഗ നാഗവല്ലിയുടെ ആഭരണങ്ങൾ കാണിച്ചു തരുന്ന പോലെയാണ് തേജപ്പ അവൻ്റെ ഓരോ ഐറ്റംസ് എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഇതേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. നോക്കി കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയൊരു മൂഡുണ്ടായിരുന്നു. ഇടയ്ക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് എപ്പോഴും എടുക്കായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ആദർശാൻ്റെ കുട്ടി മേക്കപ്പ് ചെയ്തുകൊണ്ടേ നിൽക്കണം. മുടി കെട്ടി കൊടുക്കുക, പൊട്ട് തൊട്ട് കൊടുക്കുക, പൗഡർ ഇട്ട് കൊടുക്കുക, അതൊക്കെയായിരുന്നു. നമ്മൾ രണ്ടുപേരും ട്രഡീഷണൽ കോസ്റ്റ്യൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വീഡിയോസ് ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആദർശാൻ്റെ അടുത്ത് മുഖത്തേക്ക് തുടച്ച് കളയുന്നൊക്കെ പറഞ്ഞ് നിൽക്കാട്ടോ. പിന്നെ പച്ചമായൊക്കെ തേജപ്പം കൈപിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആദർശാണ് എറിഞ്ഞു കൊടുക്കാട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ട് ബാക്കത്തെ വീട്ടിലേക്കാട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകും. ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ ബാക്കത്തെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. പിന്നെ നമ്മൾ അവിടെ പോയി ഞങ്ങളുടെ കുറേ വീഡിയോസ് എടുത്തു. ചേച്ചിക്ക് സാരിയുടെ ഒക്കെ വീഡിയോ എടുക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. നല്ലൊരു വീടായിരുന്നു, ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി സെറ്റ് മുണ്ടൊക്കെ മാറി ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനം കേട്ടോ. പിന്നെ ചേച്ചിയുടെ ഒരു മാക്സിമം അടിച്ച് മാറ്റിയിട്ട് ഞാൻ അത് തിരിച്ച് വീട്ടിലേക്ക് പോകാട്ടോ. ഈശാൻ്റെ അവളും കുറേ വട്ടം പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ റിസ്ക് എടുത്ത് ഇവിടെ നിൽക്കണില്ല പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാട്ടോ. കാരണം ഇനി എപ്പോഴാണ് എന്താണെന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു 5:30 ആകുമ്പോഴേക്കും ഇറങ്ങിയിട്ടാ. അങ്ങനെ വീടെത്താറായി. ഇപ്പോൾ കുരിശിൻ്റെ വഴിക്ക് ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാറ് കണ്ടപ്പോൾ അവരിങ്ങനെ സൈഡായിട്ടോ. അങ്ങനെ ഇതേ നമ്മൾ നേരെ വീട്ടിൽ പോന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സൗണ്ട് കേട്ടപ്പോൾ നിത്താരക്കുട്ടി അവിടെ അലമ്പാക്കി തുടങ്ങി. അങ്ങനെ ആദർശമായിട്ട് പോയിട്ട് അവളാണ് എടുത്തു വന്നുട്ടാ. പിന്നെ നന്ദനി നയനും ഇതേ കുരിശിൻ്റെ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് മെഴുകുതിരിയൊക്കെ കൈപിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിത്താരക്കുട്ടി ഇതേ അവരെയും നോക്കി ഇങ്ങനെ നിൽക്കാനിട്ടാ. പിന്നെ കുറേ നേരം ആദർശാൻ്റെ ഒപ്പം ഓരോ കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ മൂപ്പത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതേ മാമനും മോളും കൂടിയിട്ട് ഇരിപ്പായി കിടപ്പായി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആദർശാൻ്റെ വണ്ടിയുടെ കീ എടുത്തിട്ടാട്ടോ മൂപ്പത്തി കളിക്കുന്നേ. അങ്ങനെ ഇത് രണ്ടുപേരും കൂടിയിട്ട് അവിടെ കിടന്ന് ഉരുളുണ്ട് കേട്ടോ. കെട്ടി നിക്ക്, കടിച്ചല്ലേ കൈ കെട്ടി നിക്ക്. അയ്യോ കഷ്ണായി എടുത്ത് കഷ്ണോ. സോറി പറയ്. ആദർശാൻ ഇട്ടിട്ടേ നല്ല കടി മൂപ്പത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ഛനെ കണ്ട കുട്ടി പാവാണ്, ഭയങ്കര പേടിയായിട്ട് അച്ഛനെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീനേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.